Good morning children. How are you all? So, ഇന്ന് നമ്മൾ പുതിയതായി പഠിക്കാൻ പോകുന്ന പാസേജ് മഹാബലിപുരക്ക കൃഷ്ണ ബട്ടർ ബോൾ. അതായത് മഹാബലിപുരം എന്നുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിലുള്ള കൃഷ്ണാസ് ബട്ടർ ബോൾ, അതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോണത് പാസേജ്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് കൃഷ്ണാസ് ബട്ടർ ബോൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു കല്ല്, പാറ, ഒരു വലിയൊരു പാറ, അതിനെയാണ് ബോൾഡർ എന്ന് അവർ പറയണത്. ഇറ്റ് മീൻസ് എ ലാർജ് റോക്ക്, ടിപ്പിക്കലി വൺ ദാറ്റ് ഹാസ് ബീൻ വോൺ സ്മൂത്ത് ബൈ എറോഷനിൽ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അത് സ്മൂത്തായിട്ട് തന്നെ നാച്ചുറൽ പ്രോസസ്സിലൂടെ സ്മൂത്തായ ഒരു വലിയൊരു കല്ലാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ. ഇതിൻ്റെ ഒറിജിനൽ പേരെന്താണെന്നറിയോ? വാൺ ഇറൈക്കൽ. സോ അക്കോർഡിംഗ് ടു അറ്റ്ലസ് ഒബ്സ്ക്യൂറ, he translates this Tamil word as stone of sky god. Okay, according to Hindu mythology, Lord Krishna often stolen butter from his mother's butter handi. This may be led to the namesake of the boulder. അപ്പോൾ ഇതിനെ തമിഴിൽ പറയുന്നത് വാണിറൈക്കൽ എന്നാണ്. അത് അതിൻ്റെ മീനിങ് വന്നിട്ട് സ്റ്റോൺ ഓഫ് സ്കൈ ഗോഡ്. അപ്പം നമ്മുടെ ഹിന്ദു മിത്തോളജി പ്രകാരം കൃഷ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ബട്ടറാണ് അല്ലേ, കൃഷ്ണ ഭഗവാന്. അപ്പം കൃഷ്ണ ഭഗവാൻ എപ്പോഴും അമ്മ എവിടെയാണ് ബട്ടർ വെച്ചിട്ടുണ്ടാവുക? നല്ല പോട്ടിൽ ഒരു ഉറിയിൽ തൂക്കിയിടുക ചെയ്യുക അല്ലേ. അപ്പോൾ ആ ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ കട്ടെടുത്തിട്ട് പോകുന്നതിൻ്റെ ഒരു മീനിങ് വരുന്നതായിട്ടാണ് ഈ ബോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരൊറ്റ പാറ കഷ്ണം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ നാച്ചുറൽ മോണ്യുമെൻറ്റ്. Krishna's butter ball is a natural monument. It's a gigantic granite boulder delicately balanced by nature on the slope of hillock. ഒരു സ്ലോപ്പിലെ ഒരു കല്ലിനെ തന്നെ പ്രകൃതി അതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ. ബീയിങ് എ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സ് at Mamalapuram, it is a popular tourist attractive place too. അപ്പോൾ ഈ കൃഷ്ണാസ് ബട്ടർ ബോൾ വളരെ ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള പ്ലേസും ഒരു ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ്. ഓക്കെ, മഹാബലിപുരം അവിടെയാണ് ഈ കൃഷ്ണാസ് ബട്ടർ ബോൾ ഉള്ളത്. സോ ദ പല്ലവ കിങ് നരസിംഹവർമ്മൻ ഓൾസോ made an attempt to move the boulder. അപ്പോൾ ഇതിങ്ങനെ ഈ സ്ലോപ്പിൽ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, സ്ലോപ്പിലൊരു എന്തെങ്കിലും ഒരു വണ്ടി നിർത്തിയാൽ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലെങ്കിൽ എന്താവും? വണ്ടി ഉരുണ്ട് താഴേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്മൂത്തായിട്ടുള്ളൊരു വലിയ പാറക്കഷ്ണം ആ സ്ലോപ്പിൽ നിൽക്കുമ്പോൾ അത് ഡേഞ്ചറാണ് അല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിലെ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ എന്ത് ചെയ്തു? അതിനെ ഒന്ന് മൂവ് ചെയ്യാൻ ഒരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ അദ്ദേഹത്തിന് ആ പാറക്കഷ്ണം മൂവ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയണത്. ദ ഇന്ത്യൻ തമിഴ് കിങ് രാജരാജ ചോളൻ വാസ് ഇൻസ്പയർഡ് ബൈ ദ ബാലൻസ് ഓഫ് ദിസ് മാസീവ് സ്റ്റോൺ ബോൾഡർ ആൻഡ് ഇറ്റ് ലെഡ് ടു എ സർട്ടൻ ഓഫ് ക്രിയേഷൻ ഓഫ് നെവർ ഫോളിംഗ് മഡ് ഡോൾസ്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ തമിഴ് രാജാവായ രാജരാജ ചോളന് ഈ കല്ലിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഇങ്ങനെ അതൊരു മണ്ണുകൊണ്ട് ഡോൾസ് ഉണ്ടാക്കി. അതിന് എന്താ പേര് കൊടുത്തിരിക്കുന്നത്? തഞ്ചാവൂർ ബൊമ്മൈ. നിങ്ങളെ ഷോപ്സിലോ
ചിലപ്പോൾ ചില വീടുകളൊക്കെ പോയി ഇങ്ങനെ ആടി ആടി ഇരിക്കണ ബൊമ്മ കാണും. നമ്മൾ എത്ര തട്ടിയാലും അത് അത്രയും എൻഡ് വരെ പോയിട്ട് വരുന്നല്ലാണ്ട് ആ ഡോള് വീഴില്ല. അതാണ് തഞ്ചാവൂർ ബൊമ്മൈ. മനസ്സിലായോ? അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കാനുള്ള ഇതെവിടുന്നാണ് കിട്ടിയത്? ഈ ബാലൻസിങ് ഓഫ് ദ ബോൾഡർ, എങ്ങനെ ഈ ഒരു വലിയ പാറക്കഷ്ണം ഇവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു, അതിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് അദ്ദേഹം ഈ മഡ് ഡോൾസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. വിച്ച് ഹാവിങ് എ ഹാഫ് സ്ഫിരിക്കൽ ബേസ് ടെൻസ് ടു കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ എവറി ടൈം വൺ ട്രൈസ് ടു മേക്ക് ഇറ്റ് ഫോൾ. അതായത് ആരെങ്കിലും അതിനെ തട്ടിയൊന്ന് വീഴ്ത്താൻ നോക്കിയാൽ അത് അറ്റം വരെ പോയി തിരിച്ച് അതേ പൊസിഷനിൽ വന്നിരുന്ന് ആടും. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒരു എന്താണ്, ഹാഫ് സ്ഫെരിക്കൽ, സെമി ഹെമിസ്ഫിയർ മാതിരി, ആ ഒരു ഹാഫ് സെമി സർക്കിൾ മാതിരി സ്ഫിരിക്കൽ ബേസാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊന്നും അല്ലാണ്ട് ഓൺ ഒക്ടോബർ 12 our Prime Minister Narendra Modi and Chinese President Xi Jinping took a photo in front of this Krishna's butter ball. കണ്ടോ? അപ്പോൾ അത്രയും ഫേമസ് ആണ്. ചൈനീസ് പ്രസിഡൻറ്റും നമ്മുടെ പ്രൈം മിനിസ്റ്ററും കൂടിയിട്ട് ഈ കല്ലിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. എങ്ങനെ? ഹോൾഡിങ് ഹാൻഡ്സ് ഡ്യൂറിങ് ദെയർ സെക്കൻഡ് ഇൻഫോർമൽ സബ്മിറ്റ്. ഒരു മീറ്റിങ്ങിന് വന്നപ്പം അവർ അവിടെ വെച്ചിട്ട്, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അടുത്ത പാസേജ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പാസേജ്. പേജ് നമ്പർ 146, महाबलीपुरम का कृष्णा बटर बॉल. महाबलीपुरम के विश्व ऐतिहासिक स्थल का दर्जा हासिल है. यहाँ चट्टानों को काटकर बनाए गए मंदिर और विशाल चट्टानों पर उकेरी गई कलाकृतियाँ अपने आप में बेहद खास है. അപ്പോൾ ഈ മഹാബലിപുരത്തുള്ളത് വേൾഡ് ഫേമസ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള മോണ്യുമെൻറ്റ്സ് ആണ്. അത് ഒരു ഒറ്റ പാറക്കല്ലിൽ കൊത്തിയ ആർട്ടിഫാക്ട്സ് ആണ് അവിടെ ഉള്ളത് എന്നാണ് പറയണത്. കബി മഹാബലിപുരം കെ മല്ലാപുരം കെ നാം സെ ജാനാ ജാത്താ ഥാ. എവിടെയാണ് അപ്പോൾ അവർ പറയുന്നത് സ്ഥലം? മല്ലാപുരം. മല്ലാപുരം കെ നാം സെ ജാനാ ജാത്താ ഥാ और ये 7वीं शताब्दी में पल्लव राजाओं की राजधानी हुआ करती थी. അപ്പോൾ ഈ മഹാബലിപുരത്തിന് ആദ്യം എന്താണ് പേരുണ്ടായിരുന്നത്? മല്ലാപുരം. അത് ആരുടെ ക്യാപിറ്റലായിരുന്നു? പല്ലവ രാജാക്കന്മാരുടെ ക്യാപിറ്റലായിരുന്നു. ഓക്കെ, बहरहाल यहाँ की हर चीज़ और हर स्थल बेहद खास है. यहाँ पहुँचने पर ग्रेनाइट के एक विशाल शिलाखंड കണ്ടോ? ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഒരു വിശാൽ ശിലാഖണ്ഡ് पर अचानक नज़र आ जाकर ठहर जाती है. അവിടെ ഒരു വലിയ ശിലാഖണ്ഡ് ഉണ്ട്. എന്താ ശിലാഖണ്ഡ്? ബോൾഡർ. ഓക്കെ, यह विशाल शिलाखंड एक ढलान वाली चट्टान पर बिना किसी सहारे के खड़ा है. എങ്ങനെയാണ്? ഒരു സ്ലോപ്പിൽ ഒരു സഹായവും ഒന്നിൻ്റെ സഹായവും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. इस विशाल शिलाखंड का नाम वान इराई काल है. തമിഴിലുള്ളതാണ് വാൻ ഇറായി കൽ. इसके अलावा इसको कृष्णा बटर बॉल और कृष्णा गिग्नेटिक बटर बॉल भी कहते हैं. 250 टन वजनी ये शिलाखंड 6 मीटर ऊंचा 5 मीटर चौड़ा है. അപ്പോൾ എന്താണ് ഇതിൻ്റെ വെയിങ് എത്രയാണ്? 250 ടണ്ണാണ് വെയ് ഈ ശിലാഖണ്ഡിൻ്റെ, റോക്കിൻ്റെ. और 6 मीटर അതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 6 മീറ്റേഴ്സ് ആൻഡ് 5 മീറ്റേഴ്സ് വിത്താണ്, ലെങ്ത്തും വിത്തും.
जिस चट्टान पर यह शिलाखंड टिका हुआ है वह भी 4 मीटर से कुछ बड़ी है। आपको जानकर हैरान होगी यह करीब 1200 साल से ऐसी ही है. ഏകദേശം 1200 വർഷങ്ങളായി അത് ഇതേ പൊസിഷനിലാണ് നിൽക്കുന്നത്. 1908 में शहर के तत्कालीन गवर्नर आर्थर हैवलॉक ने इसको 7 हाथियों की मदद से यहाँ से हटवाने की कोशिश की थी, लेकिन उन्हें इसमें सफलता नहीं मिली. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1908 അവിടെ ഭരിച്ചിരുന്ന ഗവർണർ ആർത്തർ എന്ത് ചെയ്തു? 7 ആനകളെ ആനകളുടെ സഹായത്തോട് കൂടിയിട്ട് ഈ ബോൾഡർ ആ ഭാഗത്തുനിന്ന് റിമൂവ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് സാധിച്ചില്ല. ഉൻകാ മാനന था कि एक तरफ झुका एक शिलाखंड सुरक्षा के लिए ഖത്ര ബൻ സക്താ ഹേ. അപ്പം അദ്ദേഹത്തിന് എന്തായിരുന്നു ഇതുണ്ടായിരുന്നത് മനസ്സിൽ? ഇത് സുരക്ഷയെ ബാധിക്കും എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഓക്കെ, സോ ഇനി ഇവിടെ നിന്നാണ് വായിക്കണത്. പല്ലവ് രാജ നരസിംഹവർമ്മൻ ने भी एक बार इस शिलाखंड को हटाने की ऐसी ही नाकाम कोशिश की थी. അപ്പോൾ പല്ലവ് രാജാവായ നരസിംഹവർമ്മനും ഇത് ഇല്ലാതെ ആക്കാനായിട്ട് എന്ത് ചെയ്തു? ഒന്ന് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ഓക്കെ, അറ്റ്ലസ് ऑब्स्क्यूरस के मुताबिक इसका नाम तमिल में वान इराई काल था, जिसका अर्थ होता है भगवान का पत्थर. അപ്പോൾ അറ്റ്ലസ് ഒബ്സ്ക്യൂറസിൻ്റെ അദ്ദേഹം എന്താ പറഞ്ഞ? അറ്റ്ലസ് ഒബ്സ്ക്യൂറ അദ്ദേഹത്തിന് അക്കോർഡിംഗ് ടു ഹിം എന്താണ് ഇതിന്? വാൻ ഇറായി കാൽ എന്നാണ് പേര്, ആ കല്ലിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം വന്നിട്ട് എന്താണ്? ഭഗവാൻ കാ പത്ഥർ. മാന്യതാओं के अनुसार भगवान भी श्री कृष्ण ने एक बार हांडी में से मक्खन चुराया था, जिसके चलते इसका नाम കൃഷ്ണ ബട്ടർ ബാൾ പടാ था. അപ്പോൾ നേരത്തെ പറഞ്ഞതിന് എന്താണ്? നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അമ്മ ഉറിയിലെടുത്ത് വെച്ചിരുന്ന മൺപാത്രത്തിലുള്ള ആ പോട്ടിലുള്ള വെണ്ണ കട്ട് തിന്നുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ കൃഷ്ണ ബട്ടർ ബോൾ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. आज हम जिस नाम से इसको पहचानते हैं, इसका श्रेय उस गाइड को जाता है जिसने 1969 में इंदिरा गांधी को इसके दर्शन कराए थे. അപ്പോൾ ഇത് എങ്ങനെ ഫേമസ് ആയത്? 1969 ഇന്ദിരാഗാന്ധി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. समय के साथ शिलाखंड का एक हिस्सा खत्म हो गया और आज वह यह गोलाकार आकार में दिखाई देता है. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഒരു പോർഷൻ ഒരഞ്ഞൊരഞ്ഞ് ഇല്ലാതെയായി. അതിപ്പോൾ ഇങ്ങനെ അടിഭാഗം ഒരു ഗോളാകൃതിയിലാണ്, റൗണ്ട് ഷേപ്പിലാണ്. തമിഴ് രാജ ചോൾ ഇസ് ചട്ടാൻ കോ ദേഖ് കാഫി പ്രഭാവിത് ഹുവ. അപ്പോൾ തമിഴ് രാജാവായ ചോള രാജാവ്, ഇന്ത്യൻ കിങ് ആണ് അദ്ദേഹം, തമിഴ്നാട്ടിലത്തെ ചോള രാജാവ്. അദ്ദേഹത്തിന് ഈ കല്ലിങ്ങനെ ബാലൻസ് ചെയ്യണം നിൽക്കുന്നത് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട്. ഇസ്കി വജഹ തി इसका बैलेंस जिस वजह से यह आज तक अपनी യഥാസ്ഥിതി में मौजूद है. ഇപ്പോഴും അത് അതിൻ്റേതായ സ്ഥിതിയിൽ നിൽക്കുന്നത് അതിൻ്റെ ബാലൻസ് കൊണ്ടാണ്. आपको जानकर हैरत होगी कि मौजूद समय में बाजार में अपनी जगह पर नाचने वाली मिट्टी की गुड़िया मिलती है. മാർക്കറ്റിൽ മണ്ണുകൊണ്ടുള്ള ഇങ്ങനെ ആടുന്ന ബൊമ്മ കിട്ടാറുണ്ട് അല്ലേ?
उसे भी पत्थर से प्रभावित होकर बना गया इस नाचने वाली. അപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഗുഡിയയ്ക്ക് എന്താ പേര് കൊടുത്ത് ഡോളിന്? तंजावुर गुड़िया भी कहा जाता है. यहाँ पर आने वाले पर्यटकों के लिए यह शिलाखंड हमेशा से ही आकर्षण का केंद्र रहा है. भारतीय पुरातत्व सर्वेक्षण ने इसको ऐतिहासिक स्मारक घोषित किया हुआ है. അപ്പോൾ ഇത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നതിന് എന്താ ഐതിഹാസിക് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആയിട്ടാണ് ഇതിനെ പറയുന്നത്. ഇനി ഇതിൽ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ്സ് ആണ്. ദർജ സ്റ്റാറ്റസ്, വിശ്വ ഐതിഹാസിക് വേൾഡ് ഹിസ്റ്ററി, ചട്ടാനോം റോക്സ്, കലാകൃതിയാം ആർട്ടിഫാക്ട്സ്, ശിലാഖണ്ഡ് ബോൾഡർ, എ ലാർജ് റോക്ക് ടിപ്പിക്കലി one that has been worn smooth by erosion, wazani weighing, hatwane to remove, haunty pot, hayrat surprised, പുരാതത്വ സർവേക്ഷൺ ആർക്കിയോളജിക്കൽ സർവേ. അപ്പോൾ ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പം ഇനി മഹാബലിപുരത്ത് പോകുമ്പോൾ ഈ കൃഷ്ണ ബട്ടർ ബോൾ കാണാൻ മറക്കരുത്. അവിടെ പോയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക. മനസ്സിലായോ? അതൊരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേസസിലും നിങ്ങൾ പോകണം. അല്ലാണ്ട് എപ്പോഴും ഒരു വാട്ടർ തീം പാർക്കിലേക്കോ അങ്ങനെയൊന്നും അല്ല പോകേണ്ടത്. ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ കണ്ട് മനസ്സിലാക്കൂ. നമ്മുടെ പണ്ട് കാലത്ത് രാജാക്കന്മാർ പണിത കൊട്ടാരങ്ങളും അതിൻ്റെ വിശേഷതകൾ, അങ്ങനെ ഗോൾക്കൊണ്ട ഫോർട്ട്, അതിലൊരു ഫേമസ് ഫോർട്ടാണ് ഗോൾക്കൊണ്ട. അതിപ്പോഴും ഹൈദരാബാദിലുണ്ട്. അവരതിപ്പോഴും അതിനെ നിലനിർത്തുന്നുണ്ട്, സംരക്ഷിച്ച്. ഓക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെ അവരവരുടെ രാജ്യത്തിനെയും കൊട്ടാരത്തിനെയൊക്കെ സംരക്ഷിച്ചത് എങ്ങനെയെന്നൊക്കെ അവിടുത്തെ ഗൈഡ് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഇപ്പം നമ്മൾ പോയി വന്നില്ലേ? എവിടേക്കാണ് പോയി വന്ന് നമ്മൾ? മഹാബലിപുരത്തെ കൃഷ്ണ ബട്ടർ ബോൾ. ഇഷ്ടമായോ എല്ലാവർക്കും? നന്നായി വായിച്ചു നോക്കി മനസ്സിലാക്കൂ ആദ്യം. ഓക്കെ. So that's all for today. Thank you, children.